ഹായ് ഹലോ ഫ്രണ്ട്സ്, JK സോളാർ സൊല്യൂഷൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജിബിൻ, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് എൻ്റെ സ്വന്തം വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോളാർ പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മുടെ സ്വന്തം പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയമെടുത്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒറ്റ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് സൈസ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ 2-3 പാർട്ടായിട്ടാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ലോഡ് ടെസ്റ്റിംഗ് ഒക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്. ഇവിടെ ചെയ്തിരിക്കുന്ന ഓഫ് ഗ്രിഡ് സിസ്റ്റം പല രീതിയിലുള്ള കണ്ടീഷനുകൾക്ക് വിധേയമാക്കി നമ്മൾ ലോഡൊക്കെ ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മളൊരു EV ചാർജ് ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ നമുക്ക് ഒരു 2 AC ചാർജ് ചെയ്യാൻ പറ്റുമോ, പകൽ സമയത്ത് എത്ര ACകളൊക്കെ ഇതിൽ വർക്ക് ചെയ്യിപ്പിക്കാം, ഇങ്ങനെയുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പല പാർട്ടുകളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ തൽക്കാലം നമ്മൾ അത്യാവശ്യം ഉള്ള ഒരു ലോഡ് ടെസ്റ്റിംഗ് ഒക്കെയാണ് ഇതിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. മറ്റ് വീഡിയോകൾ ഉടനെ തന്നെ പാർട്ട് ബൈ പാർട്ടായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ടൊന്ന് ശ്രമിക്കുക. അപ്പോൾ ഇതിലൂടെ ഇതിനെപ്പറ്റിയുള്ള A to Z ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒരു 5 kVA ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്. ഒരു ഹൈബ്രിഡ് ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്. നമുക്ക് വേണമെങ്കിൽ ഭാവിയിലേക്ക് ഇതിനെ ഓൺ ഗ്രിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ്. കൂടാതെ നമ്മൾ ഈ വീഡിയോയിൽ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് ഒരു EV ഒക്കെ നമുക്ക് 5 kVA ഓഫ് ഗ്രിഡിൽ ചാർജ് ചെയ്തെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പകൽ സമയത്ത് അത്യാവശ്യം കറണ്ട് ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് പകൽ സമയത്ത് EV ചാർജിങ് പോസിബിൾ ആവുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 590 വാട്ട്സിൻ്റെ ഹാഫ് കട്ട് ടോപ്പ് കോൺ ബൈഫേഷ്യൽ പാനലുകളാണ്. മൊത്തം 6 പാനലുകളാണ്. ഏകദേശം 3.6 കിലോവാട്ടാണ് നമ്മൾ പാനൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 200 AHൻ്റെ C10 സോളാർ ബാറ്ററികൾ 4 എണ്ണം ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 5 kVയുടെ ഹൈബ്രിഡ് ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്, 48 വോൾട്ടിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലുള്ള ഒരു 5000 രൂപ വരെയുള്ള കറണ്ട് ബില്ലൊക്കെ നമുക്കൊരു ലിമിറ്റഡ് ആയിട്ട് നിർത്താൻ പറ്റും. ഒരിക്കലും ഓൺ ഗ്രിഡ് പോലെ പൂർണ്ണമായിട്ടും പവറൊന്നും ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മുടെ ഓഫ് ഗ്രിഡ് വീഡിയോകളുടെ മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ വീട്ടിലെ ഉപയോഗവും ബാറ്ററി ചാർജിങ്ങും ഇതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ പാനലുകൾ ആഡ് ചെയ്യേണ്ടത്. അതിൽ മുകളിൽ നമ്മൾ പാനലുകൾ ആഡ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനം കിട്ടാനില്ല. ഇവിടെ നമുക്ക് 200 AHൻ്റെ C10 സോളാർ ബാറ്ററികൾ ചാർജ് ചെയ്യണം പകൽ സമയത്ത്. അതുകൂടാതെ പകൽ സമയത്ത് വീട്ടിൽ നമുക്കൊരു 2000 വാട്ട്സ് വരെയൊക്കെ പീക്ക് ലോഡ് വരാൻ സാധ്യതയുള്ള സമയത്ത് അത് മാനേജ് ആവണം. സാധാരണ ഇതിൽ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ 1 കിലോവാട്ടിൽ നിന്ന്, അതായത് 1000 വാട്ട്സ് പാനലിൽ നിന്ന് നമുക്ക് ഏകദേശം 4 യൂണിറ്റിന് മുകളിൽ, ഇപ്പോൾ നല്ല വെയിലുള്ള ദിവസങ്ങളിലൊക്കെ 5.5-6 യൂണിറ്റ് വരെയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ക്ലെയിം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ഓൺ ഗ്രിഡിൽ. നേരെ മറിച്ച് ഓഫ് ഗ്രിഡിലോട്ട് വരുമ്പോൾ നമുക്ക് 4 യൂണിറ്റ് അതിന് മേലേക്ക് കിട്ടിയാൽ വളരെ ഭാഗ്യമെന്ന് മാത്രമേ ഉള്ളൂ. പകൽ സമയത്ത് അതുപോലെ എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഉപയോഗം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, ഡിമാൻഡ് അതുപോലെ ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ഓഫ് ഗ്രിഡിൽ നിന്ന് അത്രയും പ്രൊഡക്ഷനൊക്കെ സാധ്യമാകത്തുള്ളൂ. അപ്പോൾ ഒരു 3.6 കിലോവാട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓൺ ഗ്രിഡിൻ്റെ കണക്കൊക്കെ അനുസരിച്ച് നമുക്കൊരു 15 യൂണിറ്റിന് മുകളിലൊക്കെ കിട്ടേണ്ടതാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഓഫ് ഗ്രിഡ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 8 മുതൽ 10 യൂണിറ്റ് അല്ലെങ്കിൽ 12 യൂണിറ്റ് വരെയൊക്കെയാണ് മാക്സിമം സാധാരണ ദിവസങ്ങളിൽ കിട്ടുന്നത്. പിന്നെ പകൽ സമയത്ത് നമ്മൾ അതുപോലെ ഉപയോഗവും കണ്ടിന്യൂസ് ആയിട്ട് തടസ്സമില്ലാത്ത വെയിലുമൊക്കെ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ 15 യൂണിറ്റ് വരെയൊക്കെ അച്ചീവ് ചെയ്തെടുക്കാൻ സാധിച്ചേക്കാം. എങ്കിലും ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ഫുൾ ടൈം പവർ സപ്ലൈ കിട്ടുക. നമ്മുടെ പവർ ലോഡുകൾ ഉൾപ്പെടെ നമുക്ക് KCB ലൈൻ ഇല്ലാത്ത സമയത്തും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള 5 kV ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് ഓപ്റ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതിനകത്ത് ലാഭനഷ്ട കണക്കുകളൊക്കെ നോക്കുന്നവർ പല രീതിയിൽ നോക്കുന്നവരുണ്ട്. പക്ഷേ നമ്മുടെ കൺവീനിയൻസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിലേതാണ് നമുക്ക് പ്രധാനം എന്നതനുസരിച്ചിരിക്കും നമ്മുടെ ഇത് ഏത് വെക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഒരു 3 ബെഡ്റൂം വരെയുള്ള വീടുകളിൽ അത്യാവശ്യം കറണ്ട് പോയി കഴിഞ്ഞാൽ ലൈറ്റ്, ഫാന്, TV ഒക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 kV ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് വെച്ചാൽ മതിയാവും. ഒരു സിംഗിൾ ബാറ്ററി സിംഗിൾ പാനൽ സിസ്റ്റം വെച്ചാൽ മതിയാകും. ധാരാളം വീഡിയോസ് അത്തരത്തിൽ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു 4 ബെഡ്റൂം അല്ലെങ്കിൽ 5 ബെഡ്റൂമൊക്കെ ഉള്ള ഒരു 2 നില ഡബിൾ സ്റ്റോറേഡ് ആയിട്ടുള്ള ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു 3 kV ഓഫ് ഗ്രിഡ് സിസ്റ്റം വെച്ചിട്ട് 2 ബാറ്ററിയും ഒരു 2-3 പാനലൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് പവർ ലോഡുകൾ ഒഴികെ, അതായത് ഇൻഡക്ഷൻ കുക്കർ, മോട്ടർ അല്ലെങ്കിൽ വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടർ, AC അങ്ങനെയുള്ള ഡിവൈസുകൾ ഒഴികെ ബാക്കി എല്ലാ ഡിവൈസുകളും നമുക്ക് ഈസി ആയിട്ട് സാധാരണ ഒരു ദിവസം കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. ഒരു 5 മുതൽ 8 യൂണിറ്റ് വരെയൊക്കെ പ്രൊഡക്ഷൻ ഉണ്ടാവും. നമ്മളൊരു 3000 രൂപ വരെയൊക്കെയുള്ള ബില്ല് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ഉദ്ദേശിക്കുന്നത് 3000 രൂപ എന്നുള്ളത് പൂർണ്ണമായിട്ടും കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതല്ല, നമുക്കതൊരു ലിമിറ്റിൽ കൊണ്ടുവരാൻ പറ്റും. ഒരു 1000 താഴെയോ 500 താഴെയോ ഒക്കെ നമുക്കൊരു വലിയ വൈദ്യുതി ബില്ലിനെ പേടിക്കാതെ അങ്ങ് ഉപയോഗിച്ച് പോകാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഓഫ് ഗ്രിഡ് സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഇതാണ്, ഫുൾ ടൈം പവർ സപ്ലൈ കിട്ടും. അപ്പോൾ ബാറ്ററി മാറേണ്ട എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. എന്നാലും നമുക്കൊരു 6-7 വർഷത്തേക്ക് ബാറ്ററിയുടെ പ്രശ്നങ്ങൾ വരുന്നില്ല. ഈ 6-7 വർഷം കൊണ്ട് നമുക്ക് ഉപയോഗിച്ച് മുതലാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു കൺവീനിയൻസ് നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്നതിൻ്റെ ആ ഒരു പ്രയോജനോടെ കണക്ക് കൂട്ടുമ്പോൾ നമുക്കൊരു നഷ്ടമായിട്ട് വരത്തില്ല. പിന്നെ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഓരോരുത്തരുടെ കൺസിഡറേഷനാണ്. മുൻപ് നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇതൊരു പ്രകൃതി സ്രോതസ്സാണ്, നമ്മുടെ ഒരു റിന്യൂവബിൾ എനർജി റിസോഴ്സാണ്. നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സൂര്യപ്രകാശത്തിനെ നമുക്ക് മറ്റൊരു പൊല്യൂഷനൊന്നും ഇല്ലാതെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് ഉപയോഗിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാമൂഹിക പ്രതിബദ്ധത, നമ്മളൊരു ഗ്രീൻ എനർജി ഉപയോഗിക്കുന്നു, പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു ഇനിഷ്യേറ്റീവ് എന്നൊക്കെയുള്ള രീതിയിൽ ഇത് വളരെ അട്രാക്റ്റീവാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ സോളാറിൻ്റെ ഒക്കെ ഒരു പ്രൈസൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ പണ്ട് കാലത്തെ പ്രൈസൊക്കെ വെച്ച് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. സാധാരണ ഫാമിലിക്ക് പോലും ചെറിയ സിസ്റ്റം ചെയ്യാവുന്ന രീതിയിലേക്കൊക്കെ പ്രൈസ് താന്നിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ ഈ ഒരു സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എത്തരത്തിലുള്ള ആൾക്കാർക്കാണ് ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങൾ കറക്റ്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 5 കിലോവാട്ടിന് മുകളിൽ കണക്റ്റഡിലോടുള്ള സ്ഥലങ്ങളിൽ, അതായത് നമുക്ക് വീട്ടിൽ ഒരു 4-5 ബെഡ്റൂം, എല്ലാ ബെഡ്റൂമിലും AC അല്ലെങ്കിൽ 1 ടൺ ഇൻവെർട്ടർ ACകളൊക്കെ എല്ലാ ബെഡ്റൂമിലും, അത്യാവശ്യം ഇൻഡക്ഷൻ കുക്കിങ്, വാഷിംഗ് മെഷീന്, പവർ ലോഡുകളൊക്കെ ഉള്ള വീടുകളിൽ ഒരു 5000 രൂപയ്ക്ക് മുകളിൽ കറണ്ട് ബില്ല് വരുന്ന സ്ഥലങ്ങളിൽ അതൊന്ന് ലിമിറ്റ് ചെയ്യാനായിട്ടും, ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ടച്ചിങ് വെട്ട അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് KSEB രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയൊക്കെ ലൈന് ഓഫ് ചെയ്തിടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഓൺ ഗ്രിഡ് സിസ്റ്റങ്ങൾ ഫെയിലിയർ ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഒരു ഇൻവെർട്ടറിൻ്റെ ബാക്കപ്പ് കൂടാതെ പവർ ലോഡുകൾ ഉൾപ്പെടെ, അതായത് ഇപ്പോൾ AC പകൽ സമയത്ത് ഉപയോഗിക്കണമെങ്കിൽ, ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കണമെങ്കിൽ, വാഷിംഗ് മെഷീന് വലിയ ടോപ്പ് ലോഡ് അല്ലെങ്കിൽ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ 5 kVA പോലത്തെ അല്ലെങ്കിൽ 3 kVA മുതലുള്ള ഹെവി സിസ്റ്റംസ് തന്നെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഫുൾ ടൈം അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് വീട്ടിലുള്ള എല്ലാ ലോഡുകളും 1 by 1 ആയിട്ടാണെങ്കിലും ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് മിനിമം 5 kVA ഉള്ള സിസ്റ്റംസ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ 6 kVA 10 kVA ഒക്കെ ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് ചെയ്തിട്ടുണ്ട്. അത് ഓരോ കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ ഓരോ ക്ലയൻസിൻ്റെയും താല്പര്യപ്രകാരമാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 2-3 കൺസിഡറേഷൻസ് ആണ് ഉള്ളത്. ഒന്ന് സാമ്പത്തികപരമായിട്ടുള്ളത്, പിന്നെ നമ്മുടെ ഒരു സൗകര്യം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഏതാണ് നമുക്ക് പ്രാധാന്യം എന്നനുസരിച്ച് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. എല്ലാവർക്കും വേനൽക്കാലമായി കഴിയുമ്പോൾ AC എന്നുള്ള ഒരു സംവിധാനം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ 1 ടൺ ഇൻവെർട്ടർ ACകളൊക്കെ വളരെ പവർ കൺസംഷൻ കുറഞ്ഞ രീതിയിലൊക്കെ ഇറങ്ങുന്നുണ്ട്. നമുക്കത് റണ്ണിങ് ടൈമിലൊക്കെ വെറും 300 വാട്ട്സ് താഴേക്കേ പവർ എടുക്കുന്നുള്ളൂ. 1-2 ഫാൻ വർക്ക് ചെയ്യുന്ന പവർ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമുക്ക് വീട്ടിലൊരു സോളാറൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇങ്ങനെയുള്ള സിസ്റ്റംസ് വർക്ക് ചെയ്യിപ്പിക്കാം. വലിയധികം വൈദ്യുതി ബില്ലിനെ പേടിക്കേണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഒക്കെയാണ് ഈ സിസ്റ്റംസ് തരുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ 590 വാട്ട്സിൻ്റെ പഹൽ എന്ന് പറയുന്ന ബ്രാൻഡിങ്ങിൽ വരുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. 590 വാട്ട്സിൻ്റെ ഹാഫ് കട്ട്, അതുപോലെ തന്നെ ടോപ്പ് കോൺ ടെക്നോളജി വരുന്ന ബൈഫേഷ്യൽ പാനലുകളാണ്. ഇവിടെ ബൈഫേഷ്യലിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കത്തക്ക രീതിയിലുള്ള ഒരു സൈറ്റ് കണ്ടീഷൻ അല്ല ഉള്ളത്. കാരണം ബ്ലാക്ക് കളർ, ഗ്രേ കളറിലുള്ള ഷീറ്റാണ്, പ്രൂഫിംഗ് ഷീറ്റാണ് താഴെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിഫ്ലക്ഷനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്, അല്ലെങ്കിൽ ബൈഫേഷ്യലിൻ്റെ പ്രൊഡക്ഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും ബാക്ക് സൈഡിൽ നിന്നുള്ള ഒരു ഇലിമിനേഷൻ കാരണം ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ ഇവിടെ ഒരു അഡ്വാൻറ്റേജാണ് ബൈഫേഷ്യൽ പാനലുകൾ. ഇവിടെ ഒരു ഫുൾ കോപ്പർ മൾട്ടി സ്പൈക്ക് കൺവെൻഷണൽ ലൈറ്റിംഗ് അർസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ടോട്ടൽ പ്രൊട്ടക്ഷന് വേണ്ടി കൂടിയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇവിടെ റൂഫിൽ നിന്ന് തന്നെ ഒരു പൈപ്പ് കൺസിഡർ ചെയ്ത് ഇൻവെർട്ടർ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് വയറുകളൊക്കെ ഓപ്പൺ ആക്കാതെ തന്നെ താഴത്തേക്ക് എത്തിക്കാൻ സാധിച്ചു. ഇങ്ങനെ ഓഫ് ഗ്രിഡ് വെക്കാൻ ഉദ്ദേശിക്കുന്നവർ ഇൻവെർട്ടർ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഒരു 25 mm പൈപ്പ് അല്ലെങ്കിൽ 3/4 ഇഞ്ച് പൈപ്പ് കൺസീൽ ചെയ്ത് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വയർ വലിക്കുന്ന സമയത്ത് വളരെ വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മളൊരു 4 മോഡ്യൂൾ 4-way കൺസീൽഡ് DB ആണ് വെച്ചിരിക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ ഒരു സ്ട്രിങ് കൂടെ നമുക്ക് കൊണ്ടുവന്ന് ഒരു DC-MC കൂടെ ചെയ്യാവുന്ന രീതിയിലുള്ള സ്ഥലം ഉണ്ട്. ഈ രീതിയിലാണ് ഇവിടെ പ്ലഗ് ഇൻ പ്ലഗ് ഔട്ട് സംവിധാനം ചെയ്തിരിക്കുന്നത്. EB സപ്ലൈയും ഇൻവെർട്ടറിൻ്റെ ഔട്ടും നമ്മൾ സോക്കറ്റിലാണ് കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സേഫായിട്ട് അൺപ്ലഗ് ചെയ്യാൻ സാധിക്കും. സ്വിച്ച് ഓഫ് ആക്കാതെ, അതായത് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് ഓഫ് ആക്കാതെ നമ്മൾ അൺപ്ലഗ് ചെയ്താലും നമുക്ക് ഷോക്ക് ഏൽക്കുന്ന പ്രശ്നം ഇവിടെ ഉണ്ടാകുന്നില്ല. കാരണം സെപ്പറേറ്റ് സ്വിച്ച് വെച്ചിട്ടുണ്ട്. സ്വിച്ച് ഓഫ് ചെയ്ത് ഊരിയിട്ടാൽ മതിയാവും. ഇടിയും മിന്നലൊക്കെ ഉള്ള സമയങ്ങളിൽ ബൈപ്പാസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇൻവെർട്ടർ അല്ലെങ്കിൽ ലോഡിലേക്ക് പോകുന്ന വയറെടുത്ത് EBയിലേക്ക് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബൈപ്പാസ് കിട്ടും. കൂടാതെ നമ്മൾ DB തന്നെ ഒരു ചേഞ്ച് ഓവറും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇതാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 5 kVA സിഗ്മ ഗ്രിഡ് എക്സ്പോർട്ട് മോഡൽ വരുന്നത്. ഓഫ് ഗ്രിഡ് ഹൈബ്രിഡ് ഇൻവെർട്ടറാണ്. ഇതിൽ നമുക്ക് ഗ്രിഡ് എക്സ്പോർട്ട് എന്ന് പറയുന്ന മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഓൺ ഗ്രിഡ് സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ, അല്ലെങ്കിൽ ഈ ഇൻവെർട്ടർ തന്നെയുള്ള ഒരു റിവ്യൂ വീഡിയോ നമ്മൾ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലാത്തൊരു തീർച്ചയായിട്ടും അതൊന്ന് എടുത്ത് കാണാൻ ശ്രമിക്കുക. കൂടുതൽ അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസിൽ നമ്മൾ അതിൽ വിവരിക്കുന്നുണ്ട്. ഈ ഇൻവെർട്ടർ 5 kV ആണ് സിസ്റ്റം വരുന്നത്. ഇതിൽ നമുക്ക് കമ്പനി അവകാശപ്പെടുന്ന 5 കിലോവാട്ട് വരെ ലോഡ് കൊടുക്കാനായിട്ട്, അതുപോലെ തന്നെ സോളാർ പാനലും 5 കിലോവാട്ട് നമുക്കിതിൽ ലോഡ് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. പൊതുവേ നമ്മൾ 5 kV സിസ്റ്റങ്ങളിൽ 48 വോൾട്ട് സിസ്റ്റത്തിൽ ഒരു 3500 വാട്ട്സിന് മുകളിലൊക്കെ ലോഡ് ചെയ്യുന്നത് അത്ര സേഫ് ഒന്നുമല്ല. സോളാർ പാനലിൻ്റെ പ്രസൻസിൽ വേണം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. ബാക്കപ്പിൽ ഉപയോഗിക്കുന്ന സമയത്തും നമുക്കൊരു 2000 വാട്ട്സിന് മുകളിലൊന്നും ഒരു കാരണവശാലും ലോഡ് കയറ്റി വിട്ടരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ബാറ്ററി എന്നുള്ള ഡിസ്ചാർജ് 500 വാട്ട്സിന് മുകളിൽ പോവുകയും പോകെ ബാറ്ററി ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. മുൻപ് നമ്മൾ പറഞ്ഞ തന്നെ അത്യാവശ്യം വലിയൊരു ക്യാബിനാണ്, വലിയ ട്രാൻസ്ഫോമർ സൈസാണ് വരുന്നതിനകത്ത്. നമുക്ക് നല്ല ഹെവി ലോഡ് 3500-4000 വാട്ട്സ് വരെയൊക്കെ നമ്മൾ ലോഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആ സമയത്തൊന്നും യാതൊരു ജർക്കിങ്ങോ ഫ്ലക്ച്വേഷൻസോ ഒന്നും ഈ ഇൻവെർട്ടർ കാണിച്ചിട്ടില്ല. പിന്നെ ഈ ഇൻവെർട്ടറിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. അതുപോലെ തന്നെ 5 വർഷമാണ് ഓൺ സൈറ്റ് ഫ്രീ സർവീസ് തരുന്നത്. 5 വർഷം വാറണ്ടിയുള്ള ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറുകൾ മറ്റ് കമ്പനികളൊന്നും തന്നെ ഇറക്കുന്നില്ല എന്നുള്ളതാണ്. 2 അല്ലെങ്കിൽ 3 വർഷം വരെയൊക്കെയാണ് മാക്സിമം എല്ലാ കമ്പനികളും ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറുകൾക്ക് വാറണ്ടി കൊടുക്കുന്നത്.
കൂടാതെ ഇത് ഗ്രിഡ് എക്സ്പോർട്ട് സൊല്യൂഷൻ ഉള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് ഭാവിയിലേക്ക് ഇതിനെ ഓൺ ഗ്രിഡായിട്ട് മാറ്റാം, അല്ലെങ്കിൽ നമ്മുടെ എക്സ്ട്രാ പ്രൊഡക്ഷൻ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്ന രീതിയിലും സെറ്റ് ചെയ്യാവുന്നതാണ്. സിസ്റ്റത്തിൽ 4 ബാറ്ററികൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെർട്ടർ മാത്രം ഇൻഡോറിൽ വെച്ചിട്ട് ബാക്ക് സൈഡിലേക്ക് ഒരു ഹോൾ അടിച്ച് ബാറ്ററികൾ പുറത്ത് സൈഡിലാണ് വെച്ചിരിക്കുന്നത്. ഓപ്പൺ എയർ നല്ലപോലെ കിട്ടുന്ന രീതിയിൽ വർക്ക് ഏരിയ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള സ്പേസിലാണ് നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ബാറ്ററികൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി വെള്ളം റീചാർജ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ബാറ്ററി വാച്ച് ചെയ്യാനായിട്ടൊക്കെ വളരെ സൗകര്യമായിരിക്കും. ഇങ്ങനെയുള്ള കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിലൊന്നും നമ്മൾ 2 ബാറ്ററി കൂടുതലുള്ള സിസ്റ്റംസ് ഒരു കാരണവശാലും വെക്കരുത്. ബാറ്ററിക്ക് ഫ്രഷ് എയർ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ ഫ്യൂംസ് ഒക്കെ നമ്മുടെ വീടിനകത്ത് കെട്ടി നിൽക്കാനും അത് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ കാരണമാകാൻ സാധ്യതയുണ്ട്. ഇതിലാണ് നമ്മൾ ബാറ്ററി ബാങ്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഔട്ട് സൈഡ് നല്ല ഓപ്പൺ എയർ കിട്ടുന്ന സ്ഥലത്ത് ഒരു റാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിൽ നമ്മൾ നല്ലൊരു ടെമ്പററി ആയിട്ടൊരു ടൈലാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഉയർത്തിയ ശേഷം ബാറ്ററി വാട്ടർ മുകളിൽ നിന്ന് ഈസി ആയിട്ട് ഫില്ല് ചെയ്യാവുന്നതാണ്. എല്ലാ സൈഡും ഓപ്പൺ ആയതുകൊണ്ട് നല്ല ഫ്രഷ് എയർ ബാറ്ററിക്ക് കിട്ടും. 4 ബാറ്ററികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. C10 സോളാർ ബാറ്ററികളാണ്. ഈസ്റ്റ്മാൻ ബ്രാൻഡിങ്ങിൽ വരുന്ന 200 AH ബാറ്ററീസാണ്. നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ബാറ്ററി കണക്റ്റിംഗ് കേബിൾസ് ഭിത്തിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. ഈ ഭിത്തിയുടെ ഉള്ളിലാണ് ഇൻവെർട്ടർ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ രീതിയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് തന്നെ നമുക്ക് ബാറ്ററി വാട്ടറിൻ്റെ ലെവലൊക്കെ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ബാറ്ററി എന്തെങ്കിലും മെയിൻ്റനൻസോ ബാറ്ററി വാട്ടർ റീഫില്ലിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഒരുപാട് ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലങ്ങളിലും ഇത് വെക്കുന്നത് പ്രശ്നമാണ്. ഒത്തിരി ഓപ്പൺ എയറിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലങ്ങളിലൊക്കെ ഇതിൻ്റെ ടെർമിനൽസ് വേഗം തുരുമ്പെടുക്കാനും പെർഫോമൻസിനൊക്കെ ബാധിക്കാനും സാധ്യതയുണ്ട്. 200 AHൻ്റെ 4 C10 സോളാർ ബാറ്ററികൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്ചാർജിങ് ലോഡ് ഒരു 1000 വാട്ട്സ് വരെയൊക്കെ സേഫായിട്ട് രാത്രി സമയങ്ങളിൽ ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ്, ബാറ്ററി ഫുള്ളാണെങ്കിൽ മാത്രം. പകൽ സമയത്ത് നമുക്ക് 3000 വാട്ട്സിന് മുകളിൽ വരെയൊക്കെ ലോഡ് ചെയ്യാം. സോളാർ പാനലിൻ്റെ സപ്പോർട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിവിടെ നോക്കുന്ന ഒരു EV ചാർജിങ് ഈ ഓഫ് ഗ്രിഡിൽ പോസിബിൾ ആവുക എന്നുള്ളതാണ്. ഇവിടെ ഓൾറെഡി ഒരു AC ചാർജറുണ്ട്. നമുക്ക് KSEB നിന്ന് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചാർജറുണ്ട്. 3.3 കിലോവാട്ടാണ് ചാർജർ കപ്പാസിറ്റി. അതിൻ്റെ ഒരു റേറ്റിംഗ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് 230 വോൾട്ട് AC 50 ഹെർട്സ്, റേറ്റഡ് കറണ്ട് 13 ആമ്പിയറാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട RCD റെസിഡ്യുവൽ കറണ്ട് ഡിവൈസിൻ്റെ അതായത് RCCBയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. AC-ലാണെങ്കിൽ 30 മില്ലി ആമ്പിയറും DC-ലാണെങ്കിൽ 6 മില്ലി ആമ്പിയറും ലീക്കേജ് കറണ്ടുള്ള ഡിവൈസ് തന്നെ ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു RCBO ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ഷോർട്ട് സർക്യൂട്ടിൽ ട്രിപ്പിംഗ് ഉണ്ടാവും, അതുപോലെ തന്നെ എർത്ത് ലീക്കേജിലും ട്രിപ്പിംഗ് ഉണ്ടാവും. നമ്മൾ വീടിൻ്റെ ഔട്ട് സൈഡിലൊരു ഇൻവെർട്ടർ ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. 16 ആമ്പിയർ സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നിലവിലിപ്പോൾ ചാർജർ കണക്ട് ചെയ്ത് EV ചാർജിങ്ങിലോട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത്തരത്തിൽ വീടിനോട് ചേർന്ന് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എമർജൻസി കണ്ടീഷനിൽ ഒന്ന് കണക്ട് ചെയ്യാവുന്ന രീതിയിൽ സോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം കറണ്ട് ഇല്ലാത്ത സമയങ്ങളിൽ അല്ലെങ്കിൽ KSEB അവൈലബിൾ ഇല്ലാത്ത സമയങ്ങളിൽ പകൽ സമയത്തൊന്ന് ചാർജ് ചെയ്യണം, ഒരു ഷോർട്ട് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ പകൽ സമയത്ത് വെയിലുള്ളപ്പോൾ നമുക്ക് ഇതിൽ കുത്തി ചാർജ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് വരുന്നതെന്നൊക്കെ ഒന്ന് വാച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഓൺ ചെയ്തിരിക്കുകയാണ്. ഔട്ട്പുട്ട് 3167 വാട്ട്സ് കാണിക്കുന്നുണ്ട്. സോളാറിൽ 3000 വാട്ട്സോളം ഔട്ട്പുട്ട് വരുന്നുണ്ട്. 2900 3000 വാട്ട്സ് ആ റേഞ്ചിൽ ഔട്ട്പുട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു 11 മണി സമയമാണ്. നട്ടുച്ച സമയമൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ മാറുന്നതാണ്. 3100 വാട്ട്സ് വരെയൊക്കെ നമുക്ക് സോളാറിൽ നിന്നുള്ള പ്രൊഡക്ഷൻ ഈ സമയത്ത് കാണിക്കുന്നുണ്ട്. ഇതൊരിക്കലും നമുക്കൊരു ഫുൾ ടൈം യൂസിലൊന്നും EV ചാർജിങ് ഇതിൽ ഉപയോഗിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ബാറ്ററിയിൽ നിന്ന് ഒരുപാട് ഡിസ്ചാർജ് വരാൻ സാധ്യതയുണ്ട്. നല്ല വെയിലുള്ള ദിവസങ്ങളിൽ അത്യാവശ്യ ഘട്ടങ്ങൾ ഇപ്പോൾ KSEBയിൽ പവർ സപ്ലൈ ഇല്ലാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാം. നമുക്ക് സോളാറിൽ ഏകദേശം 3540 വാട്ട്സാണ് ടോട്ടൽ ഇൻസ്റ്റാൾ കപ്പാസിറ്റി ഉള്ളത്. 3200 വാട്ട്സിന് മുകളിൽ വരെയൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓഫ് ഗ്രിഡിൽ നമുക്ക് ഏകദേശം 90% എക്സ്ട്രാക്ഷൻ പോസിബിളാണ്. ജസ്റ്റ് അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഏകദേശം 2500 വാട്ട്സാണ് നമ്മളിപ്പോൾ നിലവിൽ EV ചാർജിങ്ങിന് വേണ്ടി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഔട്ട്പുട്ട് 3100 വാട്ട്സ് ഇവിടെ കാണുന്നുണ്ട്. അവിടെ നമ്മളിപ്പോൾ വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജ്, ബാക്കി TV അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ ചേർത്താണ് ഇത്രയും വരുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ബാറ്ററിയുടെ വോൾട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും. ബാറ്ററി ഒരു 48 വോൾട്ട്, അതായത് ബാറ്ററിയിലേക്ക് ഇപ്പോൾ ചാർജിങ് ഒന്നും ഇല്ല, ബാറ്ററിൻ്റെ ഡിസ്ചാർജിങ് ആണ്. നമ്മൾ ബാറ്ററിയുടെ ഷെയർ ചെയ്തിട്ടാണ് ഇപ്പോൾ നമുക്ക് ലോഡ് ടോട്ടൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തിന് നമുക്ക് 2 പാനലൂടെയൊക്കെ ആഡ് ചെയ്ത് ഒരു 4500 വാട്ട്സിന് മുകളിലൊക്കെ സോളാർ പാനൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പകൽ സമയത്ത് അത്യാവശ്യം നല്ല വെയിലുള്ള സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഗ്രിഡ് ഇവിടെ 0 ആണ്. ഈ നമ്മൾ ഗ്രിഡ് കൊടുത്തിട്ടാണോ അങ്ങനെ ചെക്ക് ചെയ്യുന്നത് സംശയമുള്ളവർക്ക് വേണ്ടി ഗ്രിഡ് വോൾട്ടേജ് 0 ആണ് കാണിക്കുന്നത്. ഗ്രിഡിൽ നിന്ന് മെയിൻ നമ്മൾ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ചെയ്യുന്നതിലൂടെ 4-5 ബെഡ്റൂം വരെയുള്ള വീടുകളിൽ കംപ്ലീറ്റ് ലോഡുകൾ നമുക്ക് ബാക്കപ്പിൽ അല്ലെങ്കിൽ ഫുൾ ടൈം പവർ സപ്ലൈ കിട്ടുന്ന രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ലിഥിയം കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഇൻവെർട്ടറാണ്. ഭാവിയിലേക്ക് നമുക്ക്
ആവശ്യമെങ്കിൽ ലിഥിയം ബാറ്ററികൾ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഈ സിസ്റ്റത്തിൽ. ഇതോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ സംശയങ്ങൾക്കും മറ്റ് അന്വേഷണങ്ങൾക്കുമായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ സോളാറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മറ്റൊരു പുതിയ ഇൻസ്റ്റലേഷൻ വീഡിയോ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ട് ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.